സാരിയെല്ലാം എടുക്കുന്നത് കൊള്ളാം, പക്ഷേ ഇതെല്ലാം എൻ്റെ സാരിയാണെന്നുള്ള പ്രത്യേകിച്ച് നീ നിന്റെ വീഡിയോയിൽ പറയണം. എൻ്റെ അമ്മ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഇത്. ക്ലാസ് 16 സാരി ഡ്രേപ്പിംഗ് ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക് സാരി ഡ്രേപ്പിംഗ്, ബോക്സ് സ്പ്ലിറ്റ് ആൻഡ് ഹാങ്ങർ ഫോൾഡിംഗ് ആയിരുന്നു. ഇത് വന്നിട്ട് ഡേ 1ന്റെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോക്സ് പ്ലീറ്റിങ്ങിലൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രീ പ്ലീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. മെഷർമെന്റ്സ് എല്ലാം എങ്ങനെ കൃത്യമായിട്ട് എടുക്കണം എന്നുള്ളത് നമ്മൾ സ്റ്റുഡൻറ്റിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആളത് നോട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ്റിൻ്റെ പ്രൈവസി ഇഷ്യൂ കാരണം നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഫേസ് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. എങ്കിൽ പോലും ആളുടെ ചെറിയ ചെറിയ ഷോർട്സ് മാത്രമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം പറയട്ടെ. പ്രീ പ്ലീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്യണം എന്ന കാര്യം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം പിന്നീട് സ്ട്രൈറ്റർ ഉപയോഗിച്ചിട്ട് ഓരോ പ്ലീറ്റ്സും റെഡി ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയണിങ്ങിൽ പെർഫെക്ഷൻ കൊടുക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് 8ന്റെ പണി കിട്ടി കേട്ടോ. പെട്ടെന്ന് കറണ്ട് പോയി. ഇപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പം വരും എന്നുള്ള കാര്യം. അപ്പോഴാണ് മെസ്സേജ് എടുത്ത് നോക്കുന്നത്. മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം മാത്രമേ വരൂ എന്നുള്ളത്. അപ്പോൾ അതാ നമ്മൾ പ്രീ പ്ലീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. പക്ഷേ അയൺ ചെയ്യാതെയായിരുന്നു നമ്മൾ ബോക്സ് പ്ലീറ്റിംഗ് സ്റ്റുഡൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ആൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓൾറെഡി അയൺ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ആൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലയൻറ്റിൻ്റെ സൈസ് അനുസരിച്ചും അതോടൊപ്പം തന്നെ ക്ലയൻറ്റ് ഇല്ല എങ്കിൽ എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാരി ഡ്രേപ്പിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യൂ.